സമരം 31 ദിവസം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വരും. ഇതൊരു മഹാവിപ്ലവമാണ് യുവജനങ്ങൾക്കെതിരായിട്ട് ഏറ്റവും വലിയ ചതി കാണിച്ച ഒരു സർക്കാരാണിത്. ധർമ്മേന്ദ്ര പ്രധാനാണ് അതിൻ്റെ ആയുധമായിരുന്നത്. അയാൾ കാണിച്ച അഴിമതിയും ചതിയും എത്ര കുട്ടികളുടെ ജീവനാണ് എടുത്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഉണർന്നു കഴിഞ്ഞ യുവത്വത്തിന് എന്താ പറയുക, പെട്ടിയിൽ നിന്ന് ഭൂതം പുറത്തു ചാടി ആ ഭൂതത്തിനെ ആവാഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഈ ഭൂതം താഴോട്ട് പോവില്ല. സമരത്തിന് ഐക്യദാർഢ്യത്തിന് മാത്രമായിട്ട് അതിനായിട്ട് മാത്രം വന്നാണ് ഈ സമരം എങ്ങനെയെന്ന് കാണാനും അത് ഫീൽ ചെയ്യാനും അതിൻ്റെ കൂടെ നിൽക്കാനും കേരളത്തിൻ്റെ മുഴുവനും പിന്തുണ ഐക്യദാർഢ്യം അറിയിക്കാൻ വേണ്ടി വന്നാൽ ഞാൻ. പലപ്പോഴും വിദ്യാർത്ഥികളൊന്നും പുതിയ വിദ്യാർത്ഥികൾ സമരമൊന്നും ഇഷ്ടപ്പെടാത്തവരെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതൊക്കെ വെറും അബദ്ധമാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ്. രാത്രി വന്നപ്പോൾ ഞങ്ങളെ കേരള ഹൗസിൽ കൊണ്ടാക്കിയത് 2 സ്റ്റുഡൻസാണ്. ഇവരുടെ നടുവ് പെട്ടുപോയി. അപ്പോൾ അവരെവിടെ അങ്ങ് പോകേണ്ടതെന്ന് ചോദിച്ച് കേരള ഹൗസിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോലീസുകാരോട് വഴിയൊക്കെ ചോദിച്ച് ഞങ്ങളെ സുഖമായിട്ട് കൊണ്ടാക്കി. കാറൊക്കെ പോയി. ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നാലും ഞങ്ങളെ ലഗേജൊക്കെ എടുത്ത് ഞങ്ങളെ ഗൈഡ് ചെയ്ത് അവർ കൊണ്ടാക്കി. ഭക്ഷണം, വെള്ളം എല്ലാം ഭക്ഷണം, വെള്ളം എല്ലാം ഇവർ വിതരണം ഇവിടെ അതിവിടെ വിജയിച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നു, രാത്രി മുഴുവൻ ഇവർ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ബിസ്ക്കറ്റ് വേണോ ചോദിച്ചു അവിടെ എല്ലാം അവരത്രയും സിസ്റ്റമാറ്റിക്കും ഭയങ്കര ലവിങ്ങുമാണ്. ആ പ്രസംഗം അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ദീപ്കയല്ല. ഇപ്പോഴും പാർലമെന്റില്ല. മോദി ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പകരം ഒരു അതിവേഗ കോടതിയുടെ കാര്യമൊക്കെ സൂചിപ്പിക്കുന്നു. അതൊക്കെ പറഞ്ഞു. അതൊക്കെ തട്ടിപ്പല്ലേ. അതൊന്നും അല്ലേ കുട്ടികളുടെ ആവശ്യം നടത്താതെ ഈ സമരം നിൽക്കില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. അയാൾ എത്ര തന്നെ അടിച്ചമർത്തിയാലും ഇത് വീണ്ടും പൊന്തും. കാരണം ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും ആയി കഴിഞ്ഞു. ഒരു പറയുന്നത് എല്ലാ സംസ്ഥാനത്തും ഞങ്ങൾ ജന്തർ മന്ദർ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ജന്തർ മന്ദർ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളാരും പഴയ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉള്ള ആൾക്കാരല്ല സമരത്തിലൊന്നും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് പുറകോട്ടില്ല. നാട്ടിലേക്ക് മറ്റന്നാൾ പോകും. ഇത് കറണ്ടറിയാൻ, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. വേറെ ന്യൂ ജനറേഷൻ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ വിപ്ലവം സംഘടിപ്പിക്കും. അല്ലെ, വിപ്ലവം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള നേതാക്കന്മാരാ. ഒന്ന് ഗാന്ധിജി, ഒന്ന് ഡോക്ടർ BR അംബേദ്കർ. അത് തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടത്. മുദ്രാവാക്യം പ്രത്യേകതയുള്ള മുദ്രാവാക്യം ജയ് ഭീം എന്ന് പറയുന്നുണ്ട്. ഭിന്നിപ്പിനെതിരെയുള്ള മുദ്രാവാക്യമാണ്. അതെ, സ്നേഹം മാത്രം. അതാ അവര് പറയുന്നത്. രാഷ്ട്രീയം അറിയില്ലെങ്കിലും വല്ലാത്തൊരു എന്താ പറയുക, മനസ്സിനെ ഇളക്കുന്ന സംഭവമാണ് അത്. ഇത് ഇന്ത്യയുടെ ചരിത്രം മാറും, അത് ഉറപ്പാണ്. ഒന്നുകിൽ മോദി എല്ലാവരും അടിച്ചമർത്തും, എല്ലാവരും UAPA പ്രകാരം എല്ലാ ജയിലുകൾ നിറയ്ക്കും, അടിച്ചമർത്തും, ഒരുപാട് പേര് മരിച്ചും പോവും. അങ്ങനെയും സംഭവിക്കാം. തിരിച്ച് മോഡിയുടെ അവസാനം അടുത്തതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ധർമ്മേന്ദ്ര പ്രധാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കറിയാം. നമുക്ക് മനസ്സിലാക്കാം. ഹിന്ദുരാഷ്ട്രത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇവിടെ ഈ ഡെമോക്രസി തന്നെയാണ് വേണ്ടത്, സെക്യുലറിസം തന്നെയാണ് വേണ്ടത്.